മഴയിൽ പുത്തൻവേലിക്കര സ്വദേശിയുടെ വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു വീണു. വീട്ടുകാർ പ്രധാനമായും കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഈ കിണറിന് 50 വർഷത്തിലേറെ പഴക്കമുണ്ട്. കല്ലുകളും മോട്ടറുമടക്കം മണ്ണിനടിയിലേക്ക് താഴ്ന്നുപോയി. 50 വർഷത്തിലേറെ പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞു വീണത്. ചെങ്കല്ലുകൊണ്ട് കെട്ടിയിരുന്ന കിണർ രാത്രി 7 മണിയോടെയാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. ഇതിനോടൊപ്പം കല്ലുകളും മോട്ടറും താഴേക്ക് പതിച്ചു. പുത്തൻവേലിക്കര ഇഞ്ചരാക്കുന്ന് കാരക്കാട്ട് വീട്ടിൽ ഗോപിയുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. ഒരു 1 മീറ്റർ പൊക്കത്തിലുണ്ടായിരുന്ന ഭിത്തി ഉണ്ടായിരുന്നു, ഒരു അരഭിത്തി ഇടിഞ്ഞ് മൊത്തമായിട്ട് താഴേക്ക് പോയി. അതിന്റെ കൂടെ മോട്ടറിന്റെ സാധനങ്ങളെല്ലാം താഴേക്ക് പോയി. കുടിവെള്ളം നമ്മൾ ആശ്രയിച്ചിരുന്നാണ്. അതുകൊണ്ട് കുടിവെള്ളം തീരെ ഇല്ലാവുന്ന അവസ്ഥയിലേക്ക് എത്തി. വീടും കിണറും തമ്മിലുള്ള ദൂരം 2.5 മീറ്റർ മാത്രമായതിനാൽ വീടിന്റെ ഭാഗത്ത് മണ്ണിടിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സമീപത്തെ 4 വീട്ടുകാർ പ്രധാനമായും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറായിരുന്നു ഇത്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് മെമ്പർ അടക്കം സ്ഥലത്തെത്തിയിരുന്നു. ഏകദേശം ഈ ഒരു കിണർ പുനഃസ്ഥാപിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപയെങ്കിലും ചെലവുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് കുടിവെള്ളക്ഷാമം പരിഹരിച്ച് ഇവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഭരണാധികാരികളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ളൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്,